ഞാൻ നെഞ്ചത്തായിരുന്നു. കിഷ്കിന്ദ കാണ്ടത്തിൻ്റെ ഡയറക്ടറാണ്. ബാബുൽ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, DOP. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇങ്ങനെ പറയും ഭയങ്കര ചെയ്യും. ഇപ്പോൾ പടത്തിന് മൊത്തത്തിലൊരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലേ വരുന്നത്? അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം ഓണത്തിന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ ഓണത്തിനൊരു റിലീസ് ഉണ്ടാവുന്നത്. കറക്റ്റായിട്ട് പല വലിയ പടങ്ങളും മാറിയിരുന്നു. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പടം കഴിഞ്ഞു, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. അത് ജോയിച്ചേട്ടൻ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റാണ് പ്രൊഡക്ഷൻ. അവർ കുറച്ച് ധൈര്യം എടുത്തു. നമ്മുടെ പടം ഫെസ്റ്റിവൽ സീസണിൽ തന്നെ ഇറക്കാമെന്ന് തീരുമാനിച്ചു. പടം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്. സാറിന്റെ സെക്കൻഡ് ഫിലിമാണിത്. ഫസ്റ്റ് ഫിലിമും നമ്മുടെ കക്ഷി അമ്മനപ്പിള്ളിയാണ്. രണ്ട് ജോണറിലാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് ഫിലിം എല്ലാവരും ഫണ്ണായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ നല്ല സ്ക്രിപ്റ്റ്, ബാബുവിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര എന്താ പറയുക, വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി എലിമെൻ്റ് എല്ലാം കൂടിയുള്ള ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ്, മിസ്റ്ററി ത്രില്ലർ. കേട്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ആദ്യം ഉണ്ടാവില്ല, നമുക്കൊരു കോൺസെപ്റ്റ് കേട്ടാൽ തന്നെ ഓക്കെ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രോങ് ഫീൽ. ഓക്കെ, പിന്നെ ആസിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ബോണ്ടുള്ള എന്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ഉണ്ടായാലും ജസ്റ്റ് ഒരു തോട്ട് സംസാരിക്കും. അവരോട് ഈസിലി നമുക്ക് അവൈലബിൾ ആയിരുന്നു. പോയി കാര്യങ്ങൾ സംസാരിച്ചു, പെട്ടെന്ന് നടന്നു വരുന്നു. ശരിക്കും വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു ഈ ഒരു സിനിമ. അപ്പോൾ പ്രേക്ഷകരിലേക്ക് എന്താ ഒരു കണക്ട് ആവുന്ന ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പടം എടുക്കുന്ന സമയത്ത് തന്നെ വെറൈറ്റി നെയിമും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു കണക്ഷൻ ആവുന്നുള്ളൊരു പേടി അങ്ങനെ എന്താ ഉണ്ടായിരുന്നു? പേടി എന്നുള്ള സംഭവമല്ല, പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്. പക്ഷേ പേരായാലും കിഷ്കിന്ദ കാണ്ടം എന്നുള്ളത് എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ്. അപ്പോൾ നമ്മൾ അതൊരു എന്താ പറയുക, എല്ലാവരും ചോദിച്ചു എന്താ ഈ ഫസ്റ്റ് പോസ്റ്റർ കണ്ടപ്പോൾ കുരങ്ങും ഒരു പേടിയും, അത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പക്ഷേ ആൾക്കാർ ചോദിച്ചപ്പോൾ എല്ലാം കൊണ്ടും ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു പേരാണ് കിഷ്കിന്ദ കാണ്ടം. അതൊരു അധ്യായമാണ് ആക്ച്വലി. നമ്മുടെ നമ്മുടെ കഥാപാത്രങ്ങൾ ജീവിച്ച് ഇരിക്കുന്ന സാഹചര്യത്തിൽ അടുത്തതായിട്ട് ഈ കുരങ്ങന്മാരുടെ ഒരു ഈ മങ്കീസിൻ്റെ എല്ലാം ഏരിയ ആണ്. അതെല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി എലിമെന്റ് അതിൽ തന്നെ ഉണ്ട്, പേരിൽ തന്നെ ഉണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വർക്കൗട്ടായി. പിന്നെ അതിൽ ഇമോഷൻസ് ഉണ്ട്, അച്ഛൻ മകൻ ബന്ധമുണ്ട്. ഫുൾ ക്യൂരിയോസിറ്റി എലിമെന്റ് ആണ് ഫുള്ളായിട്ട്. കഥ മുഴുവൻ ഒരു പാക്ഡ് ആവും.